പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകം ഇന്ന് ഗൗരവമാണ് കൈകാര്യം ചെയ്തു വരുന്നത്. ഈ ഭീകരാക്രമണത്തെ CPIM ശക്തിയായി പ്രതിഷേധിക്കുകയാണ്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളോടുള്ള അനുശോചനം ഈ സന്ദർഭത്തിൽ ഈ ആക്രമണത്തിന് ഉത്തരവാദികളായ ഭീകരവാദികളെയാകെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ എല്ലാ അർത്ഥത്തിലും അവർക്ക് ശിക്ഷ നൽകാനും സാധിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കണം എന്നാണ് CPIM കാണിക്കുന്നത്. ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തവർ രാജ്യത്തിൻ്റെയും പ്രത്യേകിച്ച് കാശ്മീരിലെ ജനങ്ങളുടെയും ശത്രുക്കളാണ്. കാശ്മീരി ജനതയുടെ ജീവിതത്തിൻ്റെ അടിത്തറയിലൊന്നാണ് വിനോദ സഞ്ചാര മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. കാശ്മീരി ജനതയോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണ് ഇതിൻ്റെ ഭാഗമായി കാണാനാകും. ഭൂരിപക്ഷ വർഗീയതയോടെ തന്നെ ന്യൂനപക്ഷ വർഗീയതയിൽ ജനങ്ങളുടെ പൊതുവായ താല്പര്യങ്ങൾക്ക് എതിരാണെന്ന് വ്യക്തമാകുന്ന സംഭവങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കാശ്മീരിൽ ഇതുപോലെ ഒരവസ്ഥയുണ്ടായതിന് ഇടയാക്കിയെ സംബന്ധിച്ച് സർവകക്ഷി യോഗത്തിലായാലും കേരളത്തിൻ്റെ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ പത്രസമ്മേളനത്തിലായാലും മേജർ രവിയുടെ സ്റ്റേറ്റ്മെൻറ്റിലായാലും സുരക്ഷാ വീഴ്ചകളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും. യഥാർത്ഥത്തിൽ അതിപ്പോഴും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിട്ടല്ല ഞങ്ങൾ കാണുന്നു. പിന്നീട് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ് ടൂറിസ്റ്റുകൾക്ക് ഈ പ്രദേശം തുറന്നു കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന സർവകക്ഷി യോഗത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിശദീകരണം ഉൾപ്പെടെ പിന്നീട് സ്വാഭാവികമായിട്ടും ചർച്ച ചെയ്യും. കാശ്മീരിൽ കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ ഇടപെടലുകൾ ഏതെല്ലാം ഘട്ടത്തിലുണ്ടായിട്ടുണ്ടോ ആ ഘട്ടത്തിലെല്ലാം പ്രതിസന്ധിയും ശ്രമിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ വർഗീയ സംഘർഷം ശക്തിപ്പെട്ടതിൻ്റെ ഭാഗമായിട്ട് അന്ന് നൂറുകണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ആ ഘട്ടത്തിലെല്ലാം കാശ്മീർ സമാധാനപരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതായി കാണാൻ സാധിച്ചിരുന്നു. അന്ന് നവകാലിയിൽ ഉണ്ടായ കലാപ ശ്രമങ്ങൾ ശമിപ്പിക്കാൻ വേണ്ടി ഇടപെട്ട മഹാത്മാഗാന്ധി കാശ്മീരിനെ വിശേഷിപ്പിച്ചത് സൗഗന്ധിക പൂക്കൾ പെടുക്കുന്ന കാശ്മീർ എന്നായി. സൗഹാർദ്ദത്തിലും സമാധാനത്തിലും അടിയുറച്ചു നിന്നുകൊണ്ട്
സൂഫി പാരമ്പര്യം, അതുപോലെ തന്നെ ബൗദ്ധ സിദ്ധാന്തപരമായ നിലപാടുകൾ, അതായിരുന്നു പൊതുവായ കാശ്മീരിൻ്റെ ആശയപരം. യഥാർത്ഥത്തിൽ പാകിസ്ഥാനിലുണ്ടായിരുന്ന മുസ്ലിം ജനസംഖ്യയുടെ ഏതാണ്ട് അത്രത്തോളം ശതമാനത്തോളം കാശ്മീരിലെ മുസ്ലിം ജനസംഖ്യയുടെ. എന്നാൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട പാകിസ്ഥാനിൽ ചേരില്ലെന്ന ശക്തമായ നിലപാടാണ് സെക്യുലർ രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാട് മുന്നോട്ടേക്ക് വെച്ച് കാശ്മീരി ജനത ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ ഭാഗമായിട്ട് മതനിരപേക്ഷ സമീപനം സ്വീകരിക്കുന്ന ഇന്ത്യ രാജ്യമാണ് തങ്ങളുടെ സ്വന്തം രാജ്യമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ ഭാഗമായി നിൽക്കാൻ കാശ്മീരി ജനത തീരുമാനിച്ചത്. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമാകുമ്പോൾ ഓരോ പ്രദേശത്തെ ജനത അവിടുത്തെ സവിശേഷതകൾ കൃത്യമായി കണക്കിലെടുത്ത് ആ സവിശേഷതകളെ ആധാരമാക്കി നിലപാടുകൾ കേന്ദ്ര ഗവൺമെന്റിൽ വന്ന് സ്വീകരിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് 370-ാം വകുപ്പിന്റെ സംരക്ഷണം കാശ്മീർ ജനതക്ക് ഇന്ത്യ നൽകി. ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനങ്ങളെ പോലെ ഭൂപരിഷ്കരണ നിലപാടുകൾ നടപ്പിലാക്കാൻ സാധിച്ച ഒരു സംസ്ഥാനമാണ് കാശ്മീർ. അവിടെയുള്ള ജനാധിപത്യ സർക്കാരിന് ആ നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ മതനിരപേക്ഷതയും ഭൂപരിഷ്കരണവും മുന്നോട്ടേക്ക് വെച്ച ഒരു ഭരണ സംവിധാനമായിരുന്നു കാശ്മീരിൽ വികസിച്ച് വന്നിരുന്നത്. എന്നാൽ കാശ്മീരി ജനതയുടെ ഈ സവിശേഷതയെ അംഗീകരിക്കാതെ കേന്ദ്രത്തിലെ സർക്കാരുകൾ നടത്തിയ ഇടപെടലുകളാണ് കാശ്മീരിനെ അസ്വസ്ഥമാക്കിയത് എന്ന കാര്യം കാശ്മീരിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാണ്. കാശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ്. അത് കൂടുതൽ അസ്വസ്ഥത പകർത്താനിടയാവും എന്ന് അത്തരം നടപടികൾക്കെതിരായ നിലപാട് സ്വീകരിക്കുന്നത് CPM പറഞ്ഞു. പാർലമെന്റിനകത്തും പുറത്തും ശക്തമായ നിലപാട് CPM ഇതിന്റെ ഭാഗമായിട്ട് എടുത്തു. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഭീകരപ്രവർത്തനം നടത്തിയ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് അഥവാ TRF എന്നാണ് വാർത്തകളിൽ കാണുന്നത്. ഈ ഭീകരവാദ നിലപാടിനെ അതിശക്തിയായിട്ട് രാജ്യം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് എതിർക്കണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഈ സംഘടന രൂപീകരിക്കുന്നതിനിടയായ സാഹചര്യം കേന്ദ്ര സർക്കാർ 2019 കാശ്മീരിന്റെ പ്രത്യേക പദവി ഇല്ലാതാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടിയുടെ പശ്ചാത്തലത്തിലാണെന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോഴാണ് ഇതിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് മനസ്സിലാകുന്നത്. കാശ്മീരിന്റെ പ്രത്യേക പദവി വീണ്ടെടുക്കുക എന്നതാണ് സംഘടനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് അവർ മുന്നോട്ട് വെച്ചു. അതിനവർ സാധാരണ മനുഷ്യർക്ക് നേരെയുള്ള ഭീകരമായ കടന്നാക്രമണത്തിലൂടെയാണ് പ്രതികരിച്ചത്. മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും ന്യായീകരിക്കാൻ പറ്റാത്ത ഈ സംഭവത്തിനുള്ള കൃത്യമായ മറുപടി രാഷ്ട്രീയമായും ഭരണപരമായും ദ്രോഹിക്ക് തന്നെ പോകണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. കൂടുതൽ മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചുകൊണ്ടും
കാശ്മീരികളുടെ സംയോജനം രണ്ട് കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുകയാണ് ഇപ്പോഴും ചെയ്തത്. സ്വയംഭരണാവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് മാത്രമേ കാശ്മീരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവൂ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാം ഗൗരവപൂർവം വിരൽ ചൂണ്ടേണ്ടതായിട്ടുണ്ട്. തങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന കാശ്മീർ ജനതയുടെ ചിന്തകളാണ് ഇത്തരത്തിലുള്ള ആശയങ്ങൾക്ക് മണ്ണൊരുക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണ് ഈ ഒരു പശ്ചാത്തലം രൂപപ്പെടുത്തിയത് എന്ന് നമുക്ക് കാണാം. കാശ്മീരിൽ കേന്ദ്രഭരണം വന്ന ശേഷം സമാധാനവും പുരോഗതിയുമാണ് ഉണ്ടായതെന്ന് കേന്ദ്ര സർക്കാർ അവകാശവാദം ഉന്നയിക്കുക. എന്നാൽ എന്താണ് ഉണ്ടായത് എന്നും എല്ലാവർക്കും പകൽ വെളിച്ചതുപോലെ അറിയാം. സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടായില്ല. ആരോഗ്യ വിദ്യാഭ്യാസ മേഖല തകർന്നു. തൊഴിലില്ലായ്മ അതിരൂക്ഷമായി തുടർന്നു. അവിടെ 40,000 പോലീസുകാരുടെ പോസ്റ്റുകൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷിച്ചവരാണ് എണ്ണം 5 ലക്ഷം പേരായിട്ട് ഉയർന്നു. കാശ്മീരി ജനതയുടെ ജീവിതത്തെ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള തകർച്ചയിലേക്ക് എത്തിച്ച അവരുടെ ജനാധിപത്യം അനുവദിക്കാൻ പോലും തയ്യാറില്ലാത്ത ഒരവസ്ഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അവസാനം സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ വിവിധ തീവ്രവാദി ഗ്രൂപ്പുകൾക്കും ജമാഅത്തെ ഇസ്ലാമിക്കും BJP-യുടെ പിന്തുണ ഉണ്ടായി. വളരെ വിചിത്രമായ സംഭവമായിരുന്നു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കണ്ടത്. CPI-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് തരിഗാമി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിക്ക് BJP-യുടെ പൂർണ്ണമായ പിന്തുണയായി. എന്നാൽ എല്ലാ വർഗീയതയെയും ശക്തിയായിട്ട് എതിർത്തുകൊണ്ട് കാശ്മീരിൽ തീവ്രവാദികളുടെ കടന്നാക്രമണത്തിൽ നിന്നും പലപ്പോഴും തലമാരുടെ വ്യത്യാസത്തിൽ രക്ഷപ്പെട്ട തരിഗാമി അവിടെ വിജയിച്ചു വരികയാണ് ചെയ്തത്. തീവ്രവാദത്തിനെതിരെ രോഷം കൊള്ളുന്ന സംഘപരിവാർ അവരായിരുന്നു ഇസ്ലാമിക ഭീകരരെ തന്നെ വിളിക്കപ്പെടുന്ന ഇത്തരം ശക്തികൾക്കൊപ്പം നിന്നും അവിടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കൈകാര്യം ചെയ്തു. എല്ലാ ഭീകരതയും മനുഷ്യ സമൂഹത്തിനും ജനകീയ താല്പര്യങ്ങൾക്കെതിരാണ് എന്നും വരുന്ന ഓരോ സംഭവങ്ങളും നമ്മളെ ഓർമ്മിപ്പിക്കും. ഇതുപോലുള്ള നിരവധി സംഭവങ്ങളാണ് ഇന്ത്യയുടെ വിവിധ മേഖലയിൽ ഉണ്ടായത്. 2006 സെപ്റ്റംബർ 8-നാണ് മഹാരാഷ്ട്രയിലെ മലേഗാവിലും, 2007 ഫെബ്രുവരി 18-ന് സഞ്ജോദ് എക്സ്പ്രസിലും, അതേ വർഷം തന്നെ മെയ് 18-ന് ഹൈദരാബാദിലെ മക്ക മസ്ജിദിലും ഉണ്ടായ സ്ഫോടനങ്ങളിൽ ഹിന്ദുത്വ ഭീകരവാദ ഗ്രൂപ്പുകളാണ് നടപടികൾ സ്വീകരിച്ചത്. ഈ കേസുകളിൽ പ്രതിയായിരുന്ന പ്രഗ്യാ സിംഗ് ഠാക്കൂർ ജയിലിലും പുറകിലുമായിരുന്നു ഗോവാലിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയെന്ന കാര്യവും കാണുന്നു. ഈ കേസുകളിൽ പ്രതിയായിരുന്നവരാണ് പിന്നീട് വലിയ തർക്കത്തിന്റെ ഭാഗമായിട്ട് വിട്ടയക്കപ്പെടുകയോ ശിക്ഷ ഇളവ് ചെയ്യുകയോ ചെയ്തിട്ടുള്ളത് എന്ന കാര്യവും അവർ RSസുമായി സംഘപരിവാർ വിഭാഗങ്ങളുമായിട്ടുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതാണ്. മനുഷ്യത്വമുള്ള ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്തതും ഇന്ത്യയുടെ എല്ലാ വിഭാഗങ്ങളും ഒന്നായി ചേർന്ന് അപലപിച്ച സംഭവങ്ങളിൽ പോലും വർഗീയ ധ്രുവീകരണത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കാനാണ് ഇവിടെ ഭൂരിപക്ഷ വർഗീയത ഉൾപ്പെടെ ശ്രമിച്ചത്.
ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങളെ സഹായിക്കുന്നതിന് മുസ്ലിം സഹോദരങ്ങൾ ഉണ്ടായി എന്നും മലയാളിയായ രാമേന്ദ്രന്റെ മകൾ കൃത്യമായിട്ട് കാര്യങ്ങൾ സചരിതമായിട്ട് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവർക്കെതിരായിട്ടുള്ള സൈബർ ആക്രമണമാണ് നമ്മൾ കാണുന്നത്. ഇത് മലയാളത്തിൽ കേരളത്തിലാണ് വരുന്നത്. എല്ലാ ഭീകരവാദികളും അത് ന്യൂനപക്ഷ ഭീകരവാദമായാലും ഭൂരിപക്ഷ ഭീകരവാദമായാലും മതത്തെ ഒരു മറയായി ഉപയോഗിക്കുക, മതങ്ങൾ തമ്മിലുള്ള സംഘർഷമാക്കി അതിനെ വ്യാപിപ്പിക്കാനാണ് ശ്രമം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ആരതി പറഞ്ഞ കാര്യം രാമേന്ദ്രന്റെ ദാരുണമായ അന്ത്യകൊലപാതകം കണ്ട മകൾ ആരതി എൻ്റെ കുഞ്ഞിൻ്റെ കൈയും പിടിച്ച് വാവിട്ട് കരഞ്ഞ് ഗത്യന്തരമില്ലാതെ കാട്ടിലേക്ക് കയറിയ സന്ദർഭത്തിൽ സമീർ എന്ന 2 ഡ്രൈവർമാരാണ് രക്ഷപ്പെടുത്തിയതെന്നും അവരാണ് അച്ഛൻ്റെ ജഡം തിരിച്ചറിയാൻ രാവിലെ 3 മണിക്ക് മോർച്ചറിയിലേക്ക് കൊണ്ടുപോയതെന്നും താമസിക്കാൻ ഇടമൊരുക്കിയതെന്നും അച്ഛൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കാശ്മീരിൽ 2 സഹോദരങ്ങളെ ലഭിച്ചുവെന്നും അള്ളാഹു അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു. ഈ പറഞ്ഞതിനെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണമാണ് യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നത്. ഈ മതസൗഹാർദ്ദ അന്തരീക്ഷത്തെ മലീമസമാക്കാൻ ഇങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള അച്ഛൻ നഷ്ടപ്പെട്ട മകളുടെ ആ വൈകാരികമായ അവസ്ഥയെ വർഗീയമായിട്ട് അപലപിക്കാൻ കേരളത്തിൽ പോലും വലിയൊരു വിഭാഗം ആളുകൾ തയ്യാറാകുന്നു എന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷ ഉള്ളടക്കത്തിന് അപമാനകരമായ നമുക്കറിയാം. ഇപ്പോഴും ഇവിടെ വന്നതും വരാത്തതുമായ ഒരുപാട് വാർത്തകളുണ്ട്. ഏറ്റവും അവസാനം വന്ന ഒരു വാർത്ത ഛത്തീസ്ഗഡിലെ BJPയുടെ നേതാവ് അരവിന്ദ് അഗർവാൾ ഈ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ പോയിട്ട് പോയി. പിന്നീട് ഭാര്യയെയും മകളെയും ഒരു ബന്ധുവിനെയും രക്ഷിച്ചത് അവിടെ ഉണ്ടായിരുന്ന അസാദാട്ട് അഹമ്മദ് ഷാ എന്ന 28 വയസ്സുകാരനായിരുന്നു എന്നിപ്പോൾ വാർത്ത പുറത്തുവന്നിരിക്കുന്നു. അവർ രക്ഷിച്ചു. അതിനുശേഷമാണ് സ്വന്തം വീട്ടിലെന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും മനസ്സിലാക്കാതെ അവരെ പിന്നീട് ആശുപത്രിയിൽ പോയിട്ട് കാണുന്നത് എന്നാണ് വാർത്ത പറയുന്നത്. ഇയാളുടെ ബന്ധുവാണ് ഇപ്പോഴ് ആദിൽ ഹുസൈൻ എന്ന മരണപ്പെട്ട കൊലയ്യപ്പെട്ട ചെറുപ്പക്കാരൻ. അത് ഇതേപോലെ തന്നെ ടൂറിസ്റ്റുകളായിട്ട് വന്ന ആളുകളെ കടന്നാക്രമിക്കുന്ന ഭീകരവാദികൾക്കെതിരായിട്ട് നിലപാട് സ്വീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ മുസ്ലിം ചെറുപ്പക്കാരൻ പ്രതിയടഞ്ഞത്. ഈ അസാദാട്ട് അഹമ്മദ് ഷായുടെ ബന്ധുവാണ്, രക്തബന്ധുവാണ്. ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യത്വപരമായ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സൂഫി പാരമ്പര്യം ഉൾപ്പെടെയുള്ള ബുദ്ധിസ്റ്റ് രീതി, മതപരമായ ഉള്ളടക്കം കൈകാര്യം ചെയ്യുന്ന അവിടെയുള്ള ജനത, കാശ്മീരി ജനത ഈ പ്രശ്നത്തെ കൈകാര്യം ചെയ്തു. ഇപ്പോൾ മുസ്ലിം
ഹിന്ദു തർക്കം എന്ന നിലയിൽ ഒരു സമവാക്യം ഉണ്ടാക്കാനുള്ള, അതുവഴി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള ശ്രമം അപലപിക്കേണ്ടുന്ന ഒന്നാണ്. ഇവിടെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. അവിടെ കൂട്ടായിട്ടാണ് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുഴുവൻ ആളുകൾ ചേർന്നുകൊണ്ടാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. അതിൽ നിന്ന് വേറിട്ട് നിന്ന ഒരേ ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് ജമാഅത്തെ ഇസ്ലാമിയാണ്, ബ്രദർഹുഡിന്റെ ഒരു വിഭാഗം. എന്ന് പറഞ്ഞാൽ RSS പിന്തുണക്കുന്ന, രാഷ്ട്രീയ ആവശ്യത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മു ആൻഡ് കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടി യഥാർത്ഥത്തിൽ ഈ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നും ഇപ്പോഴും ഈ യോജിച്ച പ്രസ്ഥാനത്തിൽ ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണെന്നും നല്ലപോലെ തിരിച്ചറിയേണ്ടത് അത്യാവശ്യം. അപ്പോൾ ഈ രീതിയിൽ ഭീകരവാദ ശക്തികൾക്കെതിരായി ഒറ്റ മനസ്സോടെ എല്ലാ ജാതി മത വിഭാഗങ്ങളെയും ഒത്തുചേർത്തുകൊണ്ട് മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് സാധിക്കും. മതത്തിന്റെ പരിഗണനയിലല്ല, മനുഷ്യന്റെ ജാതിയും മതവുമല്ല ഭീകരവാദത്തിനെതിരായി ഒരു ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ് ഉള്ളത്. അതാണ് കാശ്മീരിലെ ജനത ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതും അവർ കൈകാര്യം ചെയ്തതുമായ ഒരേ മനസ്സോടുകൂടിയുള്ള പ്രതിഷേധം. ഈ പ്രതിഷേധത്തിന്റെ തന്നെ ഭാഗമായി കേരളത്തിൽ നമുക്കറിയാം, കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയും SDP-യും അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ ഒരു മടവിൽ സഖ്യം ഇടതുപക്ഷ ഗവൺമെന്റിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനുമെതിരായി ശക്തിയായിട്ട് നിലകൊള്ളുന്നു. ഈ ഭീകരവാദ പ്രസ്ഥാനത്തെ ഇപ്പോഴും ന്യായീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് കേരളത്തിലെ UDF-ഉം BJP-യും ഇടതുപക്ഷത്തിനെതിരായ കടന്നാക്രമണം നടത്തുന്നത് എന്ന കാര്യം ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം തന്നെയാണ് ഉന്നയിക്കുന്നത്. നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച പോലെ തരിഗാമിയെ പരാജയപ്പെടുത്താൻ ജമാഅത്തെ ഇസ്ലാമിയും BJP-യും കൈകോർത്തുകൊണ്ടാണ് അവിടെ നിലപാട് സ്വീകരിക്കുന്നത്. ഇവിടെ കോൺഗ്രസും UDF-ഉം EU-യും ജമാഅത്തെ ഇസ്ലാമുമായിട്ട് കൈകോർത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള ശക്തിയായ രാഷ്ട്രീയ ധാരണയാണ് മുന്നിലേക്ക് വരുന്നത്. വലതുപക്ഷ ശക്തികൾ ഭീകരവാദത്തിനെതിരായ നിലപാട് സ്വീകരിക്കുമ്പോൾ തന്നെ അവയെ പ്രോത്സാഹിപ്പിക്കുന്ന ജമാഅത്തെ ഇസ്ലാമുമായിട്ടുണ്ടായിരിക്കുന്ന ബന്ധം നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൂരവ്യാപകമായ ഫലപ്രവാഹം എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് കാശ്മീർ പ്രശ്നത്തിന്റെ ഭാഗമായിട്ടുണ്ടായത് എന്ന കാര്യം ഞാൻ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ കാശ്മീർ പ്രശ്നത്തിന്റെ ഭാഗമായി വർഗീയ പ്രചരണം നടത്തുന്നതിനുള്ള ശ്രമങ്ങൾ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാശ്മീരിലെയും ഇന്ത്യയിലെയും ലോകത്തെമ്പാടുമുള്ള ജനത ഒറ്റക്കെട്ടായി ഭീകരവാദത്തിനെതിരായിട്ട് രംഗത്ത് വരേണ്ടതിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്. ഇത് തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് പോകാൻ നമുക്കാവണം. ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും മതവിഭാഗങ്ങളെ പ്രതികൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളെ നമ്മൾ കൃത്യമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മനസ്സിലാക്കാൻ കഴിയണം. എല്ലാ മതവിഭാഗങ്ങളെയും ചേർത്തുകൊണ്ടാണ്. ഈ വർഗീയതക്കും ഭീകരവാദത്തിനും മതമില്ല. മതം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് എല്ലാ കാലത്തെയും ലോകത്തിൻ്റെ അനുഭവം. അതുകൊണ്ട് ആളുകളെ വളരെ വേഗം വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭീകരവാദികൾക്ക് യഥാർത്ഥത്തിൽ മതപരമായ കാഴ്ചപ്പാടല്ല, അന്ധമായ ഭീകര പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് നിലപാടുകളാണ്. അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞങ്ങളിപ്പോഴും പാർട്ടി എന്ന രീതിയിൽ തന്നെ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധം ഞങ്ങളിവിടെ 23-ാം തീയതി പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത സന്ദർഭത്തിൽ 2 അനുശോചന പ്രമേയങ്ങളാണ് ഞങ്ങൾ അംഗീകരിച്ചത്. ഒന്ന്, ഈ ഭീകരവാദത്തിനെതിരായിട്ടുള്ള ഇതിനിരയായ ഇന്ത്യയുടെ വിവിധ മേഖലയിലുള്ള
ആ കൊലപാതകത്തിൻ്റെ ഭാഗമായിട്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ അനുശോചനം ഓർത്ത് അവരുടെ അനുശോചനം, മറ്റൊന്ന് മാർപ്പാപ്പയുടെ അനുശോചനം. ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണുന്നത് വിവിധ രീതിയിലുള്ള ശക്തിയായിട്ടുള്ള ഏകോപന പ്രവർത്തനങ്ങൾ ഭീകരവാദത്തിനെതിരെ കേരളത്തിലും അങ്ങിങ്ങായിട്ട് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏപ്രിൽ 29, 30 തീയതികളിൽ സംസ്ഥാനത്തെ എല്ലാ ഏരിയകളിലും വൈകുന്നേരം ഭീകരവാദത്തിനെതിരെ മാനവികത എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വിപുലമായ രീതിയിലുള്ള സദസ്സുകൾ സംഘടിപ്പിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി മതനിരപേക്ഷതയിൽ ഊന്നി ഭീകരവാദത്തിനെതിരായിട്ട് നിലകൊള്ളുമെന്ന മാനവികത ഉയർത്തിപ്പിടിക്കുന്ന സമീപനം ഉയർത്തണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത്. എല്ലാവരുടെയും പിന്തുണ ഇതുണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്, RSS, BJP സംഘപരിവാർ വിഭാഗങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല. കാരണം അവർ സ്വാതന്ത്ര്യ സമരം പങ്കാളികളല്ല. RSS ഒരു ഘട്ടത്തിൽ നമുക്കറിയാം RSSനെ നിരോധിക്കുന്നതിന് നേതൃത്വം കൊടുത്ത അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു പട്ടീൽ. പട്ടീലിനെ BJPയുടെ ഭാഗമാക്കാനുള്ള ശ്രമം അവർ നടത്തി. കേരളത്തിൽ തന്നെ കരുണാകരനെ ഒപ്പം നിർത്താൻ പറ്റുമോ എന്നുള്ള ശ്രമം കൽപ്പനയിലൂടെ BJP നടത്തിയിട്ടുണ്ട്. ഇപ്പോഴും ചേറ്റൂർ ശങ്കരൻ നായരെ BJPയുടെ ഭാഗമാക്കാനാണ് ശ്രമം. സർ ചേറ്റൂർ ശങ്കരൻ നായർ എന്ന പേരിലാണ് അദ്ദേഹം അറിയപ്പെട്ടത്. പാലക്കാട് 1857 അദ്ദേഹം ജനിച്ചത്. 1934 അദ്ദേഹം നമ്മെ കൂട്ടിവിട്ടു. ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുന്ന ഘട്ടമാകുമ്പോഴേക്ക് അദ്ദേഹം നമ്മെ കൂട്ടുപിരിഞ്ഞു. 1894 ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു മലയാളി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു ചേറ്റൂർ ശങ്കരൻ നായർ. അതിന് മുമ്പ് അതിന് ശേഷവും പറയാനും കോൺഗ്രസിന്റെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് കേരളത്തിലുണ്ടായിട്ട് മലയാളിയുണ്ടായി. അദ്ദേഹം പ്രമുഖ അഭിഭാഷകൻ എന്ന രീതിയിൽ ചെന്നൈയിലാണ്, മദ്രാസ് ഇവിടെയുള്ള പാലക്കാട് വിദ്യാഭ്യാസം കഴിഞ്ഞ് അവിടെ അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയും ആ സന്ദർഭത്തിലാണ് കോൺഗ്രസുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടത്. സജീവ നേതാവായിട്ട് മാറിയത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഏറ്റവും പ്രായം കുറഞ്ഞ പ്രസിഡന്റായി. ഗാന്ധിജിയുടെ നിലപാടിനെ ഉൾപ്പെടെ ശക്തിയായിട്ട് എതിർത്തുകൊണ്ടിരുന്ന പല സമീപനങ്ങളും അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. യാലിൻ ബാലാബാഗ് സംഭവത്തെ തുടർന്ന് 1919 വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് അദ്ദേഹം രാജിവെച്ചു. ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് അതിശക്തിയായ രീതിയിലുള്ള നിയമയുദ്ധം നടത്തി. ഡയറിനെതിരായിട്ടുള്ള കേസ് അദ്ദേഹം ബ്രിട്ടനിൽ പോയിട്ടാണ് വാദിച്ചത്. 5.5 ആഴ്ച നീണ്ടുനിന്ന വാദം. അവസാനം 12 ജഡ്ജിമാരിൽ ഒരാൾ വിളിച്ച് ബാക്കി 11 പേരും യോജിച്ചു ഇദ്ദേഹത്തെ ശിക്ഷിച്ചു. അന്ന് $500 കോടതി ചെലവുമായി ഇടാം. മാപ്പ് പറഞ്ഞാൽ രക്ഷപ്പെടാം എന്നൊന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചേറ്റൂർ ശങ്കരൻ നായർ മാപ്പ് പറയാൻ തയ്യാറായില്ല. പിഴയടച്ച് തിരിച്ചു വരികയും ആ കേസ് തോറ്റെങ്കിലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ലോകത്ത് തന്നെ ബ്രിട്ടീഷുകാർ നടത്തിക്കൊണ്ടിരിക്കുന്ന യാലിൻ ബാലാബാഗ് പോലുള്ള സംഭവങ്ങളുടെ ക്രൂരമായ അവസ്ഥ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഞാനതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ചരിത്രമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ഇപ്പോഴാണ് സൗകര്യം കിട്ടുന്നത്. സിനിമ വന്നു